നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നിഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് കാന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് കായാന്ന് മനസ്സിലാവണം, ഇവിടെ കാന്ന് ടൈപ്പ് ചെയ്ത് വരണം. അതുപോലെ നമ്മളിപ്പോൾ മാ ഇതാണെങ്കിൽ മാ വരണം, ദ ല, അപ്പോൾ അങ്ങനെ വരണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് പറയുകയാണെങ്കിൽ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ പാത്തിനെ ശരിക്കും പാത്തിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇത് പെൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്, ഗ്രാഫിക്സ് ടാബ്ലറ്റ് അല്ലെങ്കിൽ ഗ്രാഫിക് പെൻ ഇങ്ങനെ സംഭവം. വേക്കം എന്ന് പറഞ്ഞ കമ്പനിയുടെ പല കമ്പനിയുടെ ഉണ്ട്. നമ്മൾ ടാബ്ലറ്റ് USB വഴി കുത്തുകയാണ് വയർ കമ്പ്യൂട്ടറിലേക്ക്. അപ്പോൾ ഒരു പെൻ ഉണ്ടാവും, ഒരു ടാബ്ലറ്റും ഉണ്ടാവും, അതിൽ എഴുതുക നമ്മൾ. അപ്പോൾ കുറേ പോയിന്റ്സ് നമുക്ക് കിട്ടും. ആ പോയിന്റ്സിൽ കണ്ടമാനം പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വേണ്ട, പതുക്കേനെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരുപാട് പോയിന്റ്സ് വരും. കണ്ടില്ലേ, ഈ ആഷ് കളറിലുള്ളതൊക്കെയും അത് ജനറേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. സ്പീഡിൽ എഴുതുകയാണെങ്കിൽ കുറച്ച് വരുള്ളൂ ഇതിനിടയിൽ, കാരണം അത്ര ആക്യുറസി സ്പീഡിലാകുമ്പോൾ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര ഒരു മൈക്രോ സെക്കൻഡിൽ ഇത്ര റീഡിങ്സ് വരെ എടുക്കാൻ പറ്റുള്ളൂ ഇതിന്. അത് ഓരോ കമ്പനി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പോയിന്റ്സ് വേണ്ട, നമുക്ക് ഒരുപാട് പോയിന്റ്സ് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ മിനിമൈസ് ചെയ്യും. അതിൻ്റെ ഇടയിലത്തെ പോയിന്റ്സൊക്കെ ഒഴിവാക്കി ഇക്വിസ്പേസ് പോലെ കുറച്ച് ഞാനിപ്പോൾ ഉള്ളത് 20 പിക്സൽ ഗ്യാപ്പിലുള്ള പോയിന്റ്സ് മാത്രം മതി എന്നുള്ള നിലയ്ക്കാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടിയ പോയിന്റ്സാണ് ഈ വലിയ ബബിള് വലിയ കളറിൽ കാണുന്നത്. ചെറിയ ആഷ് കാണുന്നത് ശരിക്കുള്ള പോയിന്റ്സ്. ഇനി നമ്മൾ ഈ കളർ എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കളർ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇത് ഒരു സിംഗിൾ ഡയറക്ഷനാണ് പച്ച, ഇത് അടിയിലേക്കുള്ള ഡൗൺവേർഡ് ഡയറക്ഷനാണ്, അപ്പോൾ ഇത് ചോപ്പ. ഇത് ഇനി ഇങ്ങോട്ട് നമുക്ക് 4 ഡയറക്ഷൻ ഉള്ളത് കണ്ടില്ലേ, ഇത് ഓറഞ്ച്, ഇങ്ങോട്ട് പച്ച, ഇങ്ങോട്ട് ചോപ്പ, ഇങ്ങോട്ട് നീല. രണ്ടിൻ്റെ ഇടയിലാകുമ്പോൾ അതിന് രണ്ടും മിക്സ് ചെയ്ത് വരും. ഇവിടേക്ക് ഓറഞ്ച്, ഇവിടേക്ക് പച്ചയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതിൽ ചില പോയിന്റ് ഇപ്പം നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഒരു എറർ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളൂ. അത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാതും ഒരു ഇതായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഇത് പ്രകാരം ഇപ്പോൾ നമ്മൾ സിമ്പിൾ ലെറ്റർ പറയാം, മാ. ഈ മാ എന്ന് എഴുതി അല്ലെങ്കിൽ റാ മതി, റായിൽ സ്റ്റാർട്ട് ചെയ്യും. റായിൽ ഈ ഇത്ര ഭാഗം അപ്വേർഡാണ്, പിന്നെ ഇത്ര ഭാഗം ലെഫ്റ്റിലോട്ടാണിത്, ഇത് റൈറ്റിലോട്ട്, ഇത് ഡൗൺവേർഡ് റൈറ്റ്. അതിന് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത് ഈ കളറിലാണ് പേര് കൊടുത്തിട്ടുള്ളത് അവർക്ക് എളുപ്പത്തിന്. അപ്പോൾ ഓറഞ്ച് ടൈപ്പ്, ഇത് ഈ ഡയറക്ഷൻ ഗ്രീൻ, ഇത് ഡൗൺവേർഡ് റെഡ്, ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ. ഇതിങ്ങനെ എന്താ പറയുക, നമ്മൾ അറബിക്കടൽ ബാധിക്കുക, അതായത് സൗത്ത് വെസ്റ്റിനാണ് ഈ ബ്ലൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഇത് വെച്ചിട്ട് നമ്മളെപ്പോൾ റാന്ന് എഴുതിയാലും അതിൽ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഇത്ര കുറച്ച് ഭാഗം ഈ ഓറഞ്ച്, പിന്നെ ഓറഞ്ച് കഴിഞ്ഞ് ഗ്രീൻ, റെഡ്, ബ്ലൂ. ഈ രാന്ന് എഴുതുകയാണെങ്കിൽ ഓറഞ്ച്, ഗ്രീൻ, റെഡ്, ബ്ലൂ, ഓറഞ്ച്, പിന്നെ ഒരു ഗ്രീൻ്റെ അംശം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഓർഡർ ഒന്ന് ഓർത്തോ, OGRB അങ്ങനെ ഓർക്കാം നമുക്ക്. അപ്പോൾ അത് തന്നെയാണ് വീണ്ടും വരുന്നത് നോക്കുക, വേണ്ട. അപ്പോൾ എപ്പോൾ അടിച്ചാലും നമുക്ക് അപ്പോൾ രാനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത ഘട്ടം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് ജാവയിലാണ് ഇത് ചെയ്യുന്നത്. ജാവയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ നമ്മൾ അനലൈസ് എന്നുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. അനലൈസ് എന്നുള്ളതിൽ മാർക്ക് ടാൻജൻസ് കൊടുത്തിട്ടുണ്ട്. ടാൻജൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്സ് പഠിച്ചതൊക്കെ ഉപകാരത്തിൽ പെടുകയാണ്. എന്തിനാണ് മാത്സ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും വെറുതെ വേസ്റ്റായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഉപകാരം ഉണ്ട് എന്നാണ് പറയാനുള്ളത്. ഒരുപാട് ഉപകാരമുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിൽ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ വളരെയധികം ആവശ്യമാണ്. അപ്പോൾ കണ്ടില്ല, ഡിഫറൻസ് എടുക്കുന്നു. അപ്പോൾ DX dy കിട്ടി. അപ്പോൾ ആ DX ഗ്രേറ്റർ ദാൻ സ്ലോപ്പ്, നമ്മൾ സ്ലോപ്പ് 0 ആണെങ്കിൽ അത് വെർട്ടിക്കൽ, ഇത് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടോ മൈനസോ പ്ലസോ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് DX dy അനുസരിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വരച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. സെറ്റ് കളർ ചെയ്യുക ഗ്രാഫിക്സിൽ, എന്നിട്ട് ഒരു പോയിന്റ് വരയ്ക്കുക, ഡ്രോ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിൽ ഓവൽ ചെയ്യുക. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് നമുക്കിത് റെക്കഗ്നൈസ് ചെയ്തതിനു ശേഷം നമുക്ക് കാണാം. അപ്പോൾ എന്ത് വ്യത്യാസം നോക്കാമല്ലോ. പിന്നെ ഈ സംഭവം ഇത് ഗൂഗിൾ ഇൻപുട്ട് ഇല്ലേ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ റൈറ്റിംഗ് ടൂൾസ് കൊണ്ട് ഉണ്ട്. അതാ ഗൂഗിളിൻ്റെ ഉള്ളൂ, എൻ്റെ ഇല്ലല്ലോ. എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് വേണ്ടേ,
അതായത് ഇപ്പോൾ ഒരു ജാവ ആപ്ലിക്കേഷനുള്ളിൽ എനിക്ക് എഴുതണം, പേര് എഴുതണം. അപ്പോൾ അതാണ് എനിക്ക് ആവശ്യം വരുന്നത്. അത് മൊബൈലിലാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മൊബൈലിൽ പോയിട്ട് ഞാനിപ്പോൾ കറണ്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എഴുതിയിട്ട് അതിൽ നിന്ന് സെൻഡ് ടെലഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ അയക്കും. എന്നിട്ട് അത് ഇവിടെ വന്നിട്ട് ഇവിടെ കോപ്പി ചെയ്യും നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക്. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംരംഭമാണിത്. ഇതുകൊണ്ട് വളരെ ഗുണങ്ങളും ഉണ്ട്. ഇത് നമ്മൾ കുട്ടികൾക്ക് ലെറ്റർ ആൽഫബറ്റ്സ് റെക്കഗ്നീഷന് വേണ്ടി ഉപയോഗിക്കാം. ആൽഫബറ്റ് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.